ഓപ്പറേഷൻ നങ്കോറിൽ കുണ്ടന്നൂരിൽ നിന്ന് ഇന്ന് പിടിച്ചെടുത്തത് ഫസ്റ്റ് ഓണർ വാഹനം. കേരളത്തിൽ നിന്ന് പിടികൂടുന്ന ആദ്യത്തെ ഫസ്റ്റ് ഓണർ വാഹനമാണിത്. ലാൻഡ് ക്രൂയിസർ വാഹനമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. അസം സ്വദേശിയായ മാഹിന്റെ പേരിൽ അരുണാചൽ പ്രദേശിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വ്യാജ മേൽവിലാസത്തിൽ എന്നാണ് സൂചന. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണല്ലോ. ഫസ്റ്റ് ഓണറാണ്, ഇതിലെ വ്യാജ മേൽവിലാസത്തിൽ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് കസ്റ്റംസ് സംശയിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണിത്. കാരണം ഇന്നലെയും ഇന്നുമായി ഓപ്പറേഷൻ നങ്കൂറിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി വാഹനങ്ങൾ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഈ പിടികൂടിയ വാഹനങ്ങളെല്ലാം തന്നെ അത് 3, 4 അല്ലെങ്കിൽ 5, 6 അതിലധികം ആളുകളിൽ നിന്ന് കൈമാറി വന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ പിടികൂടിയത് കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടികൂടിയ 1992 മോഡൽ ലാൻഡ് ക്രൂസർ വാഹനം, അത് ഫസ്റ്റ് ഓണർ വാഹനം എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ കസ്റ്റംസിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അസം സ്വദേശിയായ മാഹിൻ അൻസാരിയുടെ പേരിൽ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണ് കേരളത്തിൽ നിന്ന് പിടികൂടിയത്. കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് ഇന്ന് വൈകിട്ടോട് തന്നെ കസ്റ്റംസ് ഇത് പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ തന്നെ കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു ഈ ഓപ്പറേഷൻ നങ്കൂറിന്റെ ഭാഗമായി നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇതിൽ കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നേരത്തെ തന്നെ കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാഹനം കേരളത്തിൽ എത്തിച്ച ആളെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഈ മേൽവിലാസത്തിൽ ആളുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഈ മേൽവിലാസത്തിൽ ഇയാൾക്ക് ഈ വാഹനം കേരളത്തിലേക്ക് ഏത് നിലയിലെത്തി, മാത്രമല്ല ഈ മാഹിൻ അൻസാരിക്ക് ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു സംഘവുമായി നേരിട്ട് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയുള്ള ഒരു സംശയമാണ് ഇപ്പോൾ കസ്റ്റംസ് പങ്കുവയ്ക്കുന്നത്. നിലവിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഒരു വ്യാജ മേൽവിലാസം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും വലിയ അതായത് നിതിൻ, ഈ അസം സ്വദേശിയായ മാഹിൻ അൻസാരി എന്നത് ഒരു വ്യാജ പേരാണോ, വ്യാജ വിലാസമൊക്കെയാണോ, അതോ അങ്ങനെ ഒരാളില്ല എന്നാണോ നമ്മൾ അല്ലെങ്കിൽ കസ്റ്റംസ് കരുതുന്നത്? നിലവിൽ ഇപ്പോൾ കസ്റ്റംസുമായി അന്വേഷിച്ചപ്പോൾ അവർ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, അതൊരു വ്യാജ മേൽവിലാസം എന്ന നിലയിൽ തന്നെയാണ് കസ്റ്റംസ് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് എന്തായാലും കസ്റ്റംസ് കടക്കുന്നുണ്ട്. ആരിൽ നിന്നാണ് ഈ വാഹനം കേരളത്തിലേക്ക് എത്തിയത്, മാത്രമല്ല ആരാണ് കേരളത്തിലേക്ക് വാഹനം കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും കസ്റ്റംസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനം കൊണ്ടുവന്ന ആൾക്ക് കോയമ്പത്തൂരുമായി കേന്ദ്രീകരിക്കുന്ന റാക്കറ്റുമായി നേരിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ വലിയ റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘത്തിലെ ആളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പിന്നിൽ പ്രധാനമായും ഇപ്പോൾ കസ്റ്റംസ് അന്വേഷിച്ചു വരുന്നത്. എന്തായാലും ഇതൊരു വ്യാജ മേൽവിലാസത്തിൽ തന്നെയാണ് ഈ വാഹനം അരുണാചൽ പ്രദേശിൽ അസം സ്വദേശിയുടെ പേരിൽ, അതായത് അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തെന്ന ഒരു വിവരമാണ് കസ്റ്റംസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇനി ഓപ്പറേഷൻ നങ്കൂർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയിലേക്ക് കസ്റ്റംസ് കടക്കും. അതോടൊപ്പം തന്നെ ഈ വാഹനം കേന്ദ്രീകരിച്ചുള്ള രേഖകൾ പരിശോധിക്കും. ഈ പരിശോധനയിൽ ഗൗരവമേറിയ സ്വഭാവം ഉണ്ടെങ്കിൽ വാഹനം കണ്ടുകെട്ടുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ ഉടമയെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനം കേരളത്തിലേക്ക് എത്തിച്ച ആരാണ്, മാത്രമല്ല ഇനി വാഹനം അരുണാചൽ പ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് ഈ രജിസ്ട്രേഷൻ മാറാതെ അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷനിൽ എന്തുകൊണ്ട് കേരളത്തിന് ഈ വാഹനം തുടർന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ നടപടിയിലേക്ക് പോകുമ്പോൾ ഈ വ്യാജ മേൽവിലാസം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും എന്തായാലും ഗൗരവമായ സ്വഭാവത്തിൽ തന്നെ കസ്റ്റംസ് അന്വേഷണം തുടരുമെന്ന കാര്യമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. എന്തായാലും കേരളത്തിൽ ആദ്യത്തെ ഒരു പിടിച്ചെടുക്കൽ നടപടിയാണ്. അതായത് ഫസ്റ്റ് ഓണർ വാഹനം ആദ്യമായിട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസത്തെ നടത്തിയ പരിശോധനയിൽ കസ്റ്റംസ് പിടികൂടുന്നത്. ആ നിലയിൽ തന്നെ ഈ ഒരു സംഭവത്തിന് വലിയ ഗൗരവമുണ്ട് എന്ന് തന്നെയാണ് കസ്റ്റംസ് ഈ ഘട്ടത്തിൽ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. ഒരു അസം സ്വദേശി മാഹിൻ അൻസാരി, അയാളുടെ പേരിലാണ് അരുണാചൽ പ്രദേശിൽ ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു വ്യാജ മേൽവിലാസമാകും എന്നാണ് കസ്റ്റംസ് കരുതുന്നത്. ഫസ്റ്റ് ഓണർ വാഹനം, അപ്പോൾ അത് ആദ്യമായാണ് അത്തരം ഒരു വാഹനം പിടികൂടുന്നത്. അപ്പോൾ കുറെ കൂടി ഗൗരവമുണ്ട് ഈ വിഷയത്തിനെന്ന് കസ്റ്റംസ് തന്നെ പറയുന്നു. കൂടുതൽ വിശദമായ അന്വേഷണത്തിന് കസ്റ്റംസ് സംഘം തയ്യാറെടുക്കുകയാണ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.